ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷൻ നോക്കാം. സപ്പോസ് എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ് വിച്ച് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഫോർ എവറി ക്ലോസ്ഡ് സബ്സെറ്റ് എ ഓഫ് എക്സ് every continuous real valued function of a has a continuous extension to x, then x is normal. എന്താ ഉദ്ദേശം? എക്സ് നോർമൽ ആണ് എന്ന് തെളിയിക്കണം. എക്സ് നോർമൽ ആണ് എന്ന് തെളിയിക്കണം. ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? എക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ആൻഡ് ഹി ഹാസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഫോർ എവറി ക്ലോസ്ഡ് സബ്സെറ്റ് എ ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് സബ്സെറ്റ് ആണ് ആരുടെ? എക്സിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. Every continuous real valued function on A, every continuous real valued function on A എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിച്ച് ഇസ് ഡിഫൈൻഡ് ഫ്രം എ ടു ആർ. എയിലുള്ള ഏത് എലമെൻറ്റും ആ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എഫ് ഓഫ് സം എലമെൻറ്റ് ഫ്രം എ എവിടെ കിടക്കും? ആറിൽ കിടക്കും അല്ലേ? അതിന് എന്തുണ്ട് എന്നാണ് പറയണത്? ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ എക്സ് എന്താണെന്ന് തെളിയിക്കണം? നോർമലാണെന്ന് തെളിയിക്കണം. എക്സ് നോർമലാണെന്ന് തെളിയിക്കാനുള്ള മാർഗം എന്താണെന്ന് നമുക്കറിയാം. നോർമാലിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. രണ്ട് ക്ലോസ്ഡ് സെറ്റുകൾ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് എന്തായിരുന്നു നോർമലിൻ്റെ ഡെഫിനിഷൻ? സെറ്റ് ഈസ് സെറ്റ് ടു ബി നോർമൽ. എങ്ങനെയായിരുന്നു? രണ്ട് ക്ലോസ്ഡ് സെറ്റുകൾ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകൾ അല്ലേ? അപ്പോൾ ഈ ഒരു ബന്ധം നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കിയാലോ പ്രൂഫ് എങ്ങനെയാണ് എന്നുള്ളത്? പ്രൂഫ് നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്ക് ക്ലോസ്ഡ് സബ്സെറ്റുകൾ വേണമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ തൽക്കാലം ആ രണ്ട് ക്ലോസ്ഡ് സബ്സെറ്റുകളെ ഞാൻ ബി ആയിട്ടും സി ആയിട്ടുമാണ് എടുക്കുന്നത്. സോ ലെറ്റ് ബി ആൻഡ് സി എന്ന് പറയണത് എന്താണ്? ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സബ്സെറ്റുകളാണ്. ആരുടെ? എക്സിൻ്റെ. ഞാനൊരു കാര്യം ചെയ്യാണ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. എ എന്ന് പറയുന്ന സെറ്റിനെ ഞാൻ ബി യൂണിയൻ സി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാലും ഉണ്ടാവുമെന്ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. സോ ഐ ഡിഫൈൻ എ ഫംഗ്ഷൻ എഫ് വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു ആർ ബൈ, നമുക്കറിയാവുന്ന ഒരു കേസ് എങ്ങനെയായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് 1 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സി. ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പുള്ളിക്കാരനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എഫ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ സ്വഭാവം എന്താ? ഈ പുള്ളിക്കാരൻ എന്താ? കണ്ടിന്യൂസ് ആണ്. എങ്ങനെയായാലും അല്ലേ? പുള്ളിക്കാരൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് then there exists a continuous function capital F which is defined from x to r such that എക്സ്റ്റൻഷൻ്റെ പ്രത്യേകത എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ചെറിയ എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ചെറിയ എഫ് ഓഫ് എക്സിന് ഈക്വൽ ആണ്. ഈ എക്സ് എവിടെയുള്ള ആളാ? ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എയിലുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും? അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്, 1 ആണ്. 0 എപ്പോഴാ? എക്സ് ബിയിലാകുമ്പോൾ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ബി. ആൻഡ് 1 ആവുന്നത് എപ്പോഴാ? ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സി ആകുമ്പോഴാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ശരിക്കും രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റിൻ്റെ സഹായം കൊണ്ടുവരണം അല്ലേ? അപ്പോൾ രണ്ട് ക്ലോസ്ഡ് സെറ്റ് ബിയും
എയുമായിട്ടുള്ളൂ, ബിയും സിയും ആയിട്ടുള്ളൂ. നമുക്ക് ആരെ കൂടെ കൊണ്ടുവരണം? നമുക്ക് ഓപ്പൺ സെറ്റ് കൂടെ വേണ്ടേ? യുവും വിയും കൂടെ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഞാൻ തൽക്കാലം രണ്ടാൾക്കാരെ കൊണ്ടുവരികയാണ്. ലെറ്റ് ജി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 എന്ന് ഞാൻ കൊണ്ടുവരികയാണ്. ക്ലിയർലി ഇത് ഓപ്പൺ ആണ്. എഫ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 -1/2ൻ്റെയും 1/2ൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ ആണ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻസ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 1/2, 3/2 എന്ന രീതിയിൽ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ക്ലിയർലി ഈ രണ്ടുപേരുടെയും സ്വഭാവം എന്താ? ഈ പുള്ളിക്കാരൻ ഓപ്പൺ ആണ്, ഈ പുള്ളിക്കാരനും എന്താ? ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ജിയും എച്ചും എന്താണ്? ആർ ഓപ്പൺ സെറ്റ്സ് ഇൻ എക്സ് എന്ന് പറയാനായിട്ട് സാധിക്കില്ലേ? ഇനി ഞാൻ പറയുകയാണ്, ഒരെലമെൻറ്റിനെ ഞാൻ എടുക്കുകയാണ്. എവിടെ നിന്ന് എടുക്കുക? ഞാൻ സെറ്റ് ബിയിൽ നിന്നാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എക്സ് ബിയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താ? 0 ആണ്, ആണല്ലോ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് 0 ആണ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് എവിടെ ആളായിരിക്കും? നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ എന്താ? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു -1/2ലും 1/2ലും ഉള്ള ആളായിരിക്കും. അതിൽ സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആള് എഫ് ഇൻവേഴ്സ് ഓഫ് -1/2, 1/2ലുള്ള ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആള് എവിടെയുള്ള ആളായിരിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 എന്ന് പറയുന്ന ആൾ ആരാണ്? ജി ആണ്. അപ്പം എക്സ് എവിടെ ഉണ്ട് നമുക്ക് കിട്ടി? ജിയിലുണ്ട് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എക്സ് ബിയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എവിടെ ഉണ്ട് എന്നാണ് അർത്ഥം? ജിയിൽ ഉണ്ട് എന്നാണ്. അതിനർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ബിയിലുണ്ട്, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ജിയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മനസ്സിലാവുന്ന കാര്യം എന്താ? ബി എന്ന് പറയുന്ന ആള് എവിടെ ഉള്ള ആളാ? ജിയിൽ ഉള്ള ആളാണ് എന്ന് നമുക്ക് കിട്ടിയില്ലേ? ഇനി ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയോ. കുഞ്ഞ് രണ്ടാമത്തെ സെറ്റ് ആരാ? സി ആണ് അല്ലേ? അപ്പം അടുത്ത എലമെൻറ്റ് ഞാൻ എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഉണ്ട് എന്ന് എടുക്കുകയാണ്? സിയിലുണ്ട് എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അപ്പം സിയിലുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ അവസ്ഥ എന്താ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് എങ്ങനെയായിട്ടാണ്? 1 ആയിട്ടാണ് അല്ലേ? എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഏത് സെറ്റിലാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ബിലോങ്സ് ടു 1/2, 3/2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 1/2, 3/2 ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവുക? എഫ് ഇൻവേഴ്സ് ഓഫ് 1/2, 3/2 എന്ന് പറയുന്ന സെറ്റ് ആരാ? എച്ച് ആണ്. അപ്പോൾ എക്സ് എവിടെ ഉണ്ട് എന്ന് കിട്ടി? എച്ചിലുണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വന്ന ഉദ്ദേശം എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് സിയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാ എക്സ് എന്ന് പറയുന്ന ആൾ എച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം എന്താ? സി എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ട്? സി എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ആ ക്ലോസ്ഡ് സെറ്റ് ആരുടെ ഉള്ളിലാണ്? ജി എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇവിടെ സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ആ ക്ലോസ്ഡ് സെറ്റ് എച്ച് എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൻ്റെ ഉള്ളിലാണ്. നമുക്ക് നോർമലാണ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ തെളിയിക്കണം. ആ ജി ഇന്റർസെക്ഷൻ എച്ച് അത് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകളാണ്. ഓൾറെഡി ബിയും സിയും ഡിസ്ജോയിന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ആര് ഡിസ്ജോയിന്റ് ആണ് തെളിയിക്കണം? ആ ഓപ്പൺ സെറ്റുകൾ കൂടെ എന്താണെന്ന് തെളിയിച്ചാൽ മതി? ഡിസ്ജോയിന്റ് ആണ് എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഓപ്പൺ സെറ്റുകൾ എങ്ങനെയാണ് ഡിസ്ജോയിന്റ് ആണ് തെളിയിക്കുക? ഇന്റർസെക്ഷൻ 5 ആണ് നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ആ ഓപ്പൺ സെറ്റുകൾ ആരൊക്കെയായിരുന്നു? ജിയും എച്ചുമായിരുന്നു. അപ്പോൾ ജി ഇന്റർസെക്ഷൻ എച്ച് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ജി ഇന്റർസെക്ഷൻ എച്ച് എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് -1/2
ടു 1/2 ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറയുന്ന ആളാരായിരുന്നു? 1/2 3/2 ആയിരുന്നില്ലേ? ഇനി ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 ഇൻ്റർസെക്ഷൻ 1/2 3/2. ഇവരിൽ ആരെങ്കിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ? ഈ രണ്ട് സെറ്റിലും ഇൻ്റർസെക്ഷൻ എന്താ? 5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? എഫ് ഇൻവേഴ്സ് ഓഫ് 5 എന്ന് എഴുതാൻ സാധിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് 5 എന്താ? 5 ആണ് അല്ലേ? അപ്പോൾ അത് എന്താ 5 ആണെന്ന് കിട്ടി? ജി ഇൻ്റർസെക്ഷൻ എച്ച് എന്താണെന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ അത് തെളിയിച്ചു നമ്മൾ. ദാറ്റ് ഈസ് ജി ഇൻ്റർസെക്ഷൻ എച്ച് 5 ആണെന്ന് തെളിയിച്ചു. അപ്പോൾ ജിയും എച്ചും എന്താണ്? രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകളാണ് എന്ന് തെളിയിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും അതൊരു എക്സ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സെറ്റ് ഉണ്ട്. അവർ രണ്ടുപേരും ഡിസ്ജോയിൻ്റ് ആണെന്ന് പറഞ്ഞു. അവരെ രണ്ടുപേരെയും ഡിസ്ജോയിൻ്റായ ഓപ്പൺ സെറ്റുകളുടെ സഹായത്തോടുകൂടെ സെപ്പറേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പുള്ളിക്കാരൻ ആരായിരിക്കും അപ്പോൾ? ഈ പുള്ളിക്കാരൻ എന്തായിട്ട് മാറിയപ്പോൾ? നോർമലായിട്ട് മാറി. അപ്പോൾ ആ സ്പേസ് എന്താണെന്നാണ് പറയണത്? നോർമലാണ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺവേഴ്സും ട്രൂ ആണ് എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും ഇതിൻ്റെ കൺവേഴ്സും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടേസ്റ്റ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ.